തൈര് കൊണ്ട് നമുക്കൊന്ന് മുഖം മിനുക്കാം. അതിലേക്ക് വേണ്ടി 1 സ്പൂൺ തൈര്. ഞാൻ വീട്ടിലുണ്ടാക്കുന്ന തൈരാണ്, അതുകൊണ്ട് വലിയ കട്ടി ഉണ്ടാവും. അതിൽ 1 സ്പൂണ് കാപ്പിപ്പൊടിയും കൂടി, 1/2 സ്പൂൺ കാപ്പിപ്പൊടിയും കൂടി ഇട്ട് മുഖം ഒന്ന് നല്ലവണ്ണം നമുക്കൊന്ന് കഴുകി വൃത്തിയാക്കാം. ആദ്യം മുഖത്തൊന്ന് ടാനൊക്കെ മാറാൻ വേണ്ടി നമുക്ക് ആദ്യം ഒന്ന് കഴുകി കൊടുക്കും. കുറച്ച് ദിവസം കൊണ്ട് എനിക്ക് ഒന്നും ചെയ്യാൻ സമയമില്ല, അതുകൊണ്ട് ഞാൻ എൻ്റെ മുഖമൊക്കെ ഒരുമാതിരി ആയിട്ടുണ്ടായിരുന്നു. വീണ്ടും ഞാൻ പരിപാടികളൊക്കെ തുടങ്ങിയിട്ടുണ്ട്, അത് നിങ്ങളുമായിട്ട് ഷെയർ വയ്ക്കുന്നതാണ്. അങ്ങനെ മുഖമൊക്കെ നല്ലവണ്ണം ഒന്ന് കഴുകിയതിന് ശേഷം അടുത്ത് രണ്ടാമത് വീണ്ടും ഒരു ചെറിയ പാക്കറ്റ്, അതെല്ലാം തൈര് കൊണ്ട്, പിന്നെ തൈര് കൊണ്ടുള്ള പരിപാടികളാണ് ഇതെല്ലാം. ഞാൻ ഈ വീട്ടിലുള്ള തൈരാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. കടയിലെ തൈര് സാധാരണ ഞങ്ങളെ വീട്ടിൽ വാങ്ങാറില്ല, ഞാൻ വീട്ടിൽ തൈര് ഉണ്ടാക്കി വയ്ക്കും. അപ്പം നമ്മളെ വീട്ടിലുണ്ടാക്കുന്ന തൈരിന് കുറച്ച് ലൂസായിരിക്കും. അത് തൈരിന് വേണ്ടി നമ്മൾ പാൽ കാച്ചിയെടുത്താൽ നല്ല കട്ടിക്ക് കിട്ടും. ഇത് ഞാൻ രാവിലെ വീട്ടിലേക്ക് വാങ്ങുന്ന പാലിന് മിച്ചം വരണത് ഒഴിച്ച് വയ്ക്കുന്നതാണ്, അതുകൊണ്ട് തൈരിന് അല്പം ലൂസായിരിക്കും. അത് കുഴപ്പമില്ല, അതാണ് ഏറ്റവും നല്ലത്. അങ്ങനെ തൈരും കാപ്പിപ്പൊടിയൊക്കെ ഇട്ട് നല്ലവണ്ണമൊക്കെ മുഖമൊക്കെ തേച്ച് മിനുക്കി റെഡിയാക്കിയിട്ട് കഴുകി കളഞ്ഞതിന് ശേഷം കുറച്ച് ശർക്കരയല്ല, ഇത് കരിപ്പട്ടിയാണ് കേട്ടോ. കരിപ്പട്ടിയും തൈരും കാപ്പിപ്പൊടിയും കൂടെ ഇട്ട് നല്ലവണ്ണം ഒരു സൂപ്പറെന്ന് പറഞ്ഞാൽ സൂപ്പറാണ് കേട്ടോ. എനിക്കത് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മളെ മുഖത്ത് തൊടുമ്പോൾ നല്ല ഒരു സ്മൂത്ത്നെസ് അനുഭവപ്പെടുന്നുണ്ട്. അത് കരിപ്പട്ടിക്കാണ്. കരിപ്പട്ടി ശർക്കരയെക്കാളും നല്ല ഇതുകൊണ്ടാണ് കേട്ടോ, ശർക്കരയെക്കാളും കൊള്ളാം കരിപ്പട്ടിക്ക്. ഞാനിത് ചൂടാക്കിയതൊന്നുമല്ല, സാധാ രീതിയിലാണ്. അങ്ങനെ കരിപ്പട്ടിയൊക്കെ ഇട്ട് ഒന്നുകൂടി ഒന്ന് മസാജ് ചെയ്ത് കൊടുത്തു. ചെറിയ രീതിയിൽ, നല്ല ബലം പിടിക്കാത്ത രീതിയിൽ നമ്മളൊന്ന് നല്ലവണ്ണം മസാജ് ചെയ്ത് കൊടുക്കാം. വെറും കരിപ്പട്ടിയും പാലും കൂടി ചേർത്ത് മസാജ് ചെയ്താലും നല്ലതാണ്. ശർക്കരയും മാത്രം ചേർത്ത് മസാജ് ചെയ്താലും നല്ലതാണ്. ഒന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ കരിപ്പട്ടിയും പാലും കൂടി ചേർത്ത് ഒന്ന് ചെറുതായിട്ട് മസാജ് ചെയ്യണതും സൂപ്പറാണ്. അങ്ങനെ അതൊക്കെ ചേർത്ത് നല്ല രീതിയിലൊന്ന് മസാജ് ചെയ്ത് കൊടുത്തു. അതെല്ലാം കഴുകി കളഞ്ഞതിന് ശേഷം അതിൽ കുറച്ച് മിച്ചം ഉണ്ടായിരുന്നു കേട്ടോ. അതിൽ തന്നെയാണ് ഞാൻ കുറച്ച് അരിപ്പൊടിയും കാപ്പിപ്പൊടിയും കൂടെ ഇട്ട് കുറച്ച് തൈരും കൂടെ ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്ത് അതിനെ വാരി തേച്ച് ഒരു 1/2 മണിക്കൂറോളം സമയം ഞാൻ വെച്ചിട്ടുണ്ട്. ഒരു 30 മിനിറ്റ് വെച്ചാൽ തന്നെ ഇത് ഉണങ്ങുകയുള്ളൂ. കരിപ്പട്ടിയും ഒക്കെ ആയതുകൊണ്ട് ഉണങ്ങാൻ കുറച്ച് സമയമെടുക്കും. അങ്ങനെ 30 മിനിറ്റോളം വെച്ച് ഞാൻ ഉണക്കി. സത്യമാണ് പറയണത്, എൻ്റെ മുഖം നല്ല രീതിയിൽ ഇതായിട്ടുണ്ട്, നല്ല മാറ്റം വന്നിട്ടുണ്ട്. കുറച്ച് ഒരു 10-15 ദിവസമായിട്ട് എനിക്ക് ഒന്നും ഇടാനുള്ള ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇടുന്നില്ലായിരുന്നു. അങ്ങനെ നല്ലവണ്ണം തേച്ച് പിടിപ്പിച്ച് ഞാൻ ഒരു മണിക്കൂർ സമയം വരെ ഇതിനെ ഞാനൊന്ന് ഉണങ്ങാൻ വച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ തേച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഉണങ്ങാൻ വേണ്ടി ഒരു 1/2 മണിക്കൂർ സമയം വച്ചു. അത് കഴിഞ്ഞ് ഞാൻ തുടച്ചു തുടങ്ങി, കുറേശ്ശെ തുടച്ചു. നല്ല റിസൾട്ടുണ്ട്. നമ്മളിങ്ങനെ കാണിക്കും പോലെ ഒന്നുമല്ല, നല്ല സൂപ്പർ റിസൾട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ സ്ഥിരം ചെയ്യണം കണ്ടോ. ഇത്രയും ഇതിൽ വന്നതാണ്. താങ്ക് യു.